Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 NEET examination, May 4th എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നാം ഒരു വിദ്യാർത്ഥി ഡ്രസ് കോഡിനെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. കാര്യം 2025 എക്സാമിനേഷൻ മുൻ വർഷങ്ങളെക്കാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്, യാതൊരു മാൽ പ്രാക്ടീസും ഇല്ലാത്ത രീതിയിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് NTA-യും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായി ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ടെൻഷൻ ഫ്രീ ആയി ഡ്രസ്സിനെ കുറിച്ച് പാനിക്കാകാതെ എക്സാം ഹാളിലേക്ക് പോകാൻ ഞാൻ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം, ഇത്ര മാത്രം ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. സിമ്പിൾ ഡ്രസ്സ് ധരിക്കുക, മെറ്റൽ പാർട്ടുകൾ മാക്സിമം ഒഴിവാക്കുക, ഇത്ര മാത്രം ചിന്തിക്കുക. ഇനി എന്താണ് മെറ്റൽ പാർട്ട് എന്ന് പറയുന്നത്? ഒരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഞാൻ സ്ഥിരം സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ്, ഇത് വെക്കാൻ പറ്റുമോ? തീർച്ചയായും വെക്കാം. സർ, എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്, അത് മെറ്റൽ പാർട്ടല്ലേ? യൂസ് ചെയ്യാം. സർ, എനിക്കൊരു ആക്സിഡന്റ് വന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്, അത് പ്രശ്നമാകുമോ? യാതൊരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ആ മെറ്റൽ പാർട്ടുകൾ യാതൊരു പ്രശ്നമില്ല. എക്സ്റ്റേണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഓർണമെന്റ്സ്, നമുക്ക് ഇയർ റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബാംഗിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള മെറ്റൽ പാർട്ടുകൾ എല്ലാം ഒഴിവാക്കുക. നാം ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ എന്തെങ്കിലും മെറ്റൽ പാർട്ടുകൾ വരുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണെങ്കിൽ അത് നാം ഒഴിവാക്കുക. ഹൈ ഹീൽ ചെരുപ്പുകളും ഷൂകളും ഒഴിവാക്കുക. സിമ്പിൾ ഒരു ഡ്രസ്, സിമ്പിൾ ഒരു ചപ്പൽ യൂസ് ചെയ്യുക. ദെൻ പാൻസുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ഗേൾസ് ആണേലും ബോയ്സ് ആണേലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീൻസിൻ്റെയും ഒത്തിരി വലിയ ബട്ടണുകളും മെറ്റൽ പാർട്ടുകളും ഒത്തിരി പോക്കറ്റുകളുമുള്ള ജീൻസുകൾ പോലുള്ള പാൻസുകൾ ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻറ് യൂസ് ചെയ്യുക. അതിനോടൊപ്പം ടോപ്പായും നമുക്ക് ചുരിദാറോ ഷർട്ടുകളോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇൻവിജിലേറ്റർക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കൃത്രിമമായ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് ഒരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള സിമ്പിൾ ഡ്രസ്സാണ് NTA അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത്ര മാത്രം ഒരു വിദ്യാർത്ഥി ശ്രദ്ധിച്ചാൽ മതി. ഇതിനോടൊപ്പം എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വാച്ച് കെട്ടണമോ, ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്തെങ്കിലും കൈ കരുതാൻ സാധിക്കുമോ? ഇതൊന്നും അലൗഡ് അല്ല. എക്സാമിനേഷൻ ഹാളിൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാനുള്ള പെന്നും നമുക്ക് ടൈം നോക്കാനുള്ള ക്ലോക്കും ഒക്കെ എക്സാം ഹാളിൽ തന്നെ ഉണ്ടാവും. എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു വാട്ടർ ബോട്ടിൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും നമുക്ക് ID പ്രൂഫും ഹോൾ ടിക്കറ്റും നമുക്ക് കയ്യിൽ ക്യാരി ചെയ്യണം. ഇതിനോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇത്രയും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുമായി എക്സാമിനേഷൻ ഹാളിൽ പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം. ഇതിനോടൊപ്പം ഏതെങ്കിലും കസ്റ്റമറി ഡ്രസ്സുകൾ ധരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത്, മീൻസ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കസ്റ്റമറി ഡ്രസ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഇതിൽപ്പെട്ട ഒരു സിസ്റ്റർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആവട്ടെ, അവർക്കങ്ങനെ കസ്റ്റമറി ഡ്രസ്സുകൾ ധരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സെയിം ടൈമിൽ നമ്മൾ അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ 1 മണിക്കൂർ മുമ്പ് നേരത്തെ തന്നെ നാം എത്തിയതിനു ശേഷം പ്രത്യേകം പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട്. അല്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും മെറ്റൽ പാർട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് സിമ്പിൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് NTA അലോ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സുകൾ മാത്രമായി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാം. നമുക്കറിയാം 2 to 5 ഉള്ള 3 അവേഴ്സിൻ്റെ ഒരു എക്സാമിനേഷനാണ്. 1 അവർ മുമ്പെങ്കിലും എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് നാം എൻട്രി ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി പ്ലസൻ്റായി ഒരു എക്സാമിനേഷൻ ഹാളിൽ ചെന്നതിന് ശേഷം ഒരു എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് പല പരിശോധനകൾക്ക് വിധേയരായി പല പ്രശ്നങ്ങളിലൂടെ പോകുന്നത് എപ്പോഴും നമുക്ക് ടെൻഷൻ കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒഴിവാക്കാനായി, ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കാനായി സിമ്പിളായിട്ടുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കൃത്യമായ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോവുക. ഇനി നമുക്ക് May 1 ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഹോൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, സിഗ്നേച്ചർ ഉണ്ടാവും, എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവും. ഈ ഡോക്യുമെന്റ്സിനോട് ശേഷം ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു പേജും കൂടെ ആ ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ദിവസം ഈ ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ വീണ്ടും പബ്ലിഷ് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പഠിച്ചു തീർത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മോഡൽ എക്സാമിനേഷൻ എഴുതി ടൈം മാനേജ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് പോവുക. ഇപ്പോഴത്തെ മോഡൽ എക്സാമിനേഷനിൽ ഒരല്പം മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും
എനിക്ക് എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല എന്ന ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് പരീക്ഷകൾ എഴുതിക്കൊണ്ട് നല്ല കോൺഫിഡൻസോടെ എക്സാം ഹാളിൽ പോവുക. 2025 നിങ്ങളുടെ ഇയറായി മാറട്ടെ. 2025 നിങ്ങളുടെ ഇയറായി മാറട്ടെ. ഏറ്റവും നല്ല വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ആൽഫ അക്കാഡമിയിൽ നിന്നും ഓൾ ദി ബെസ്റ്റ്.